അമ്മേ അമ്മേ, എന്താ മോളെ? രാധ പാടത്തുനിന്ന് വന്ന പാടെ കേറി കിടന്നതാ. ഞാൻ ചെന്ന് തൊട്ടു നോക്കിയപ്പോ നല്ല പനി. നേരാണോ? ആ. അയ്യോ, നല്ല തീ പോലുള്ള പനിയുണ്ടല്ലോ മോളെ. ആ പുതപ്പിങ്ങെടുത്തേ. പാടത്ത് പോയിട്ട് ഇതുവരെ വന്നില്ലേ മോളെ? ഇല്ല. ഡോക്ടറെ ഒന്ന് വിളിച്ച് കാണിക്കാമായിരുന്നല്ലോ. മോളൊന്ന് പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാമോ? വേണ്ട, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണമെന്നില്ല. ഇതൊരു ബുദ്ധിമുട്ടാണോ രാധേ? ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. എനിക്ക് വേണ്ടി വിളിക്കണ്ട. ഞാനിവിടെ കിടന്ന് മരിച്ചോളാം. എന്റെ അച്ഛൻ ചെയ്തതിന്റെ ഫലമല്ലേ ഞാൻ ഈ അനുഭവിക്കുന്നത്. അങ്ങനൊന്നും പറയല്ലേ മോളെ. ഇതെല്ലാം ഈശ്വര നിശ്ചയമാ. എന്തിനാണ് ഒളിഞ്ഞും പതിഞ്ഞും ഒക്കെ വരുന്നത്? മകളെ കാണാനാണെങ്കിൽ നേരെ അകത്തേക്ക് പോകും. പണം കുറവാണെങ്കിലും ഇവിടെ മനുഷ്യരാണുള്ളത്, ഹൃദയമുള്ള മനുഷ്യർ. എന്താണമ്മ ഇത്? ചേട്ടാ, രാധയ്ക്ക് നല്ല പനിയാ. മോനെ, വേഗം പോയി ഡോക്ടറെ വിളിച്ചോണ്ട്. ശരിയമ്മേ. രാധയ്ക്ക് തീരെ സുഖമില്ല. എന്റെ ദൈവമേ, ആ കുഞ്ഞിനെ നരകത്തിൽ കൊണ്ടുവന്നിട്ട് കൊല്ലുകയുള്ളൂ. നീ വേഗം ഡോക്ടറെ വിളിച്ചോണ്ട് കാണിച്ചേ. വലിയ ഉപകാരം ഡോക്ടർ. വരണം ഡോക്ടർ. എവിടെ പോകുന്നു? രാധ കുഞ്ഞിനെ നോക്കാൻ. രാധയെ ഡോക്ടർ പരിശോധിച്ചു, മരുന്നും കൊടുത്തു. ഇത് കുറുപ്പദ്ദേഹത്തിന്റെ കുടുംബ ഡോക്ടറാണ്. ആരായിരുന്നാലും ഇപ്പൊ ആവശ്യമില്ല. ഇവൻ പറയുന്ന കാര്യമാക്കണ്ട. ഡോക്ടർ വേണ്ടെന്നല്ലേ പറഞ്ഞത്? കുറുപ്പദ്ദേഹത്തിന്റെ മകളെ ചികിത്സിക്കണ്ടെന്ന് പറയാൻ നീ ആരാടാ? കുറുപ്പദ്ദേഹത്തിന്റെ മകൾ ഇപ്പൊ എന്റെ ഭാര്യയാണ്. അവൾക്ക് രോഗം വന്നാൽ ചികിത്സിപ്പിക്കാൻ എനിക്കറിയാം. അതിനാരുടെയും കാരണം എനിക്ക് ആവശ്യമില്ല. അറിഞ്ഞത് എന്തിനാ വെറുതെ വാശി പിടിക്കുന്നത്? ഡോക്ടർ വന്നു, പരിശോധിച്ചു, മരുന്നും കൊടുത്തു. ഇനി ഞാൻ പൊക്കോളാം. ഇവൻ കൊണ്ടുവന്ന് തല്ലിപ്പോൾ ഡോക്ടറായിരിക്കും. പനി കൂടത്തേ ഉള്ളൂ. കൂടുന്നെങ്കിൽ കൂടട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. വരണം. അച്ഛാ, വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോകണം. നീ എന്താടാ പറഞ്ഞത്? വീട്ടിലോട്ടൊന്ന് കേറിയിട്ട് പോണം? എന്റെ തന്ന വരുവാടാ. എന്റെ പെറ്റമ്മയെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ഈ ജീവിതത്തിൽ എന്നെ നിന്റെ ഭർത്താവായി നിന്റെ മനസ്സിൽ സ്വീകരിക്കുന്നവരെ നിന്റെ ശരീരത്തിൽ ഞാൻ തൊടുകയില്ല. ആ വീട്ടിലേക്ക് നീ പോകാത്തതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് മറ്റാരുമായിട്ട് രഹസ്യ ബന്ധമുണ്ട്. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇറങ്ങാം. എനിക്കൊന്നും വയ്യ. ഇറങ്ങാൻ ഇറങ്ങാൻ. എന്താടാ ദേവാ, പുതുക്കല്യാണം കഴിഞ്ഞിട്ടും ഉറക്കമൊന്നുമില്ലേ? രാത്രിയും മെതിയാണോ? കിടന്നിട്ട് ഉറക്കം വന്നില്ലേ? എന്നാ രണ്ടുപേരും കിടക്ക് മെതിച്ചേക്കാന്ന് വിചാരിച്ച്. ഓഹോ. അമ്മേ, അമ്മേ, എന്താ മോളെ? രാധയെ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? ഈ രാത്രിയിൽ എവിടെ പോകാനാ? സുരേന്ദ്രൻ കളത്തിൽ പോയിരിക്കല്ലേ? ഞാനൊന്ന് നോക്കട്ടെ അമ്മേ.
ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം ഒറ്റ രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. നിന്റെ ഓരോ ചലനവും നീ അറിയാതെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. എന്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങൾ എന്നെ മരിക്കാനെങ്കിലും അനുവദിക്കൂ. ഇല്ല, നീ നിന്റെ ജീവനേക്കാൾ വില കൽപ്പിച്ചിരിക്കുന്നത് നിന്റെ അഹങ്കാരത്തിനാണ്. അത് നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നുപോയി. അതുകൊണ്ടാണ് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഞാനില്ലാതിരുന്ന ഈ സന്ദർഭത്തിൽ നീ ഈ തീരുമാനത്തിലെത്തിയത്. പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ ആത്മഹത്യ ചെയ്യാമെന്ന് കരുതണം. എന്നെ തടയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഞാൻ നിന്നെ താലി കെട്ടിയവനാണ്. പക്ഷെ ആദ്യ രാത്രി തന്നെ നീ എന്നെ നിരാകരിച്ചു. അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ സ്പർശിക്കുകയില്ലെന്ന് അന്ന് ഞാൻ സത്യം ചെയ്തു. ഈ രാത്രിയിൽ ഒരു നിമിഷം എന്നെ നിന്റെ ശരീരത്തിൽ തൊടാൻ അനുവദിച്ചാൽ ഞാൻ കെട്ടി ഈ താലി പൊട്ടിച്ച് ദൂരത്ത് വലിച്ചെറിയാം. എന്നിട്ട് നീ മരിക്കുകയോ എന്തു വേണമോ ചെയ്യും. പക്ഷെ നീ മരിച്ചാൽ നിന്റെ ശവം ഒഴുകുന്നതിന് പുറകെ എന്റെ ശവവും കാണും. ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത നമ്മൾ ഒരുമിച്ച് മരിച്ചു എന്നെങ്കിലും ലോകം പറയും. പണക്കാരിയായ നിന്നെ വിവാഹം കഴിച്ചു പോയതിന് എനിക്ക് അങ്ങനെയെങ്കിലും ആശ്വസിക്കാമല്ലോ. പണമുള്ള വീട്ടിൽ ജനിച്ചത് എന്റെ തെറ്റാണോ? പണക്കാരോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ ജീവിതത്തെ ചവിട്ടി വീഴ്ചത്. ഞാനൊരു പെണ്ണാണെന്ന് പോലും നിങ്ങൾ കരുതിയില്ലല്ലോ. രാധേ, നീ എന്നെ മനസ്സിലാക്കി. നിന്നെ അനുസരണയുള്ള ഒരു പെണ്ണാക്കി മാറ്റിയെടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അന്നെന്റെ മുഖത്ത് നോക്കി എടാ വള്ളക്കാരാ എന്ന് വിളിച്ച നിന്നിലുള്ള തന്റെ ഇടക്കാരിയെ അന്നേ എനിക്കിഷ്ടമായി. രാധേ, നീ കരഞ്ഞപ്പോഴെല്ലാം എന്റെ ഹൃദയം വേദനിക്കുകയായിരുന്നു. നീ പലപ്പോഴും എന്നെ പരിഹസിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ നിന്നെ സ്നേഹിക്കുകയായിരുന്നു. രാധേ, നമ്മൾ രണ്ടുപേരും രണ്ട് ലോകത്ത് ജനിച്ചു വളർന്നവരാണ്. പക്ഷേ നീ ഇല്ലാത്ത ലോകത്ത് ഇനി ഞാൻ ഉണ്ടായിരിക്കില്ല. ജീവിച്ചാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും, ഇല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും. ഓഹോ, നീയായിരുന്നു. നിനക്കെന്നെ തല്ലണ്ടേ? നീ എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ വന്ന് വീടുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ പ്രതികാരം വീട്ടാൻ ഇതിനേക്കാൾ നല്ലൊരു സന്ദർഭമില്ല. ഇറക്കി വിടാനാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. അത്രയ്ക്കായോ? എന്താണെന്നോ അകത്തേക്ക് നോക്കി നിങ്ങളുടെ മോൾ ഉറുത്തുണിയില്ല നിൽക്കുന്നു. എന്റെ പെങ്ങളെ നശിപ്പിച്ചവനാണ് തന്റെ മകൻ. അതിന് അവന്റെ പെങ്ങളോട് തന്നെ ഞാൻ പകരം വിട്ടു. പകരം വിട്ടോ? നിന്റെ ചങ്കി ഞാൻ കടിച്ചെടുക്കുവാ പട്ടി. എന്തു പറയോ? എടാ, നിന്റെ വീട്ടിൽ എന്ത് തോട്ടിപ്പണി പറഞ്ഞിട്ടും സന്തോഷത്തോടു കൂടി ചെയ്തിട്ടുള്ളവനാടാ ഈ ഗോവിന്ദൻ. അന്ന് ഒരു കാരണവും കൂടാതെ നീ എന്നെ അടിച്ചപ്പോൾ കൈയും കെട്ടി നിന്നിട്ടുള്ളവനാണ് ഞാൻ. എല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ എന്റെ കുടുംബത്തിന്റെ മാനം നശിപ്പിച്ചാലുണ്ടല്ലോ, നീയെല്ലാം നിന്റെ തന്തയുണ്ടല്ലോ ആ കുറുപ്പ്, അവൻ വരെ എനിക്ക് പുല്ലാളാ. റാസ്കൽ. ശാന്തേ, 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 എനിക്ക് മാപ്പ് തരൂ ശാന്തേ. അമ്മാവ, ഞാൻ നിങ്ങളെല്ലാം വളരെ വേദനിപ്പിച്ചവനാണ്. സാരമില്ല മോനെ, കഴിഞ്ഞതെല്ലാം മറക്കും. ഇനിയെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ മതി. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ശാന്തയെ പിരിയില്ലമ്മ. ദൈവമേ, ഇപ്പോഴെങ്കിലും ഇവന് നല്ല ബുദ്ധി കൊടുത്തല്ലോ. അച്ഛാ,
രാധയെ കാണാത്തത് കൊണ്ട് ഞാൻ അന്വേഷിച്ചു വന്നതാ. രാധ അമ്മയുടെ അടുത്തുണ്ട്. ഞാൻ വീട്ടിൽ കയറിട്ടാ വരുന്നത്. അതെയോ? അമ്മാവാ, എനിക്ക് സുരേന്ദ്രൻ ചേട്ടനെ ഒന്ന് കാണണം. അവനിപ്പോ കളത്തിലുണ്ടാവും. വരൂ വരൂ. ഏതായാലും നിന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ശാന്ത ഒരു പാവമാണ് ബാല. ചേട്ടൻ അതൊക്കെ മറക്കണം. വാശിയുടെ പേരിൽ എന്തൊക്കെയോ നടന്നുപോയി. അയ്യോ, അതൊക്കെ ഞാൻ എന്നേ മറന്നു. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം.